ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് സ്ഥിരത സന്തുലനാവസ്ഥ കൈവരിക്കുന്നത് ഡാഷ് ആറ്റം മോഡൽ പ്രകാരമാണ്. എല്ലാ എൻട്രി ആപ്പ് ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ആപ്പിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് HSIയുടെ കെമിസ്ട്രിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. HSI എക്സാമിന്റെ കെമിസ്ട്രി മുൻവർഷ ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കണക്റ്റിംഗ് ഫാക്റ്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ വളരെ വിജയകരമായിട്ട് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. എൻട്രി ആപ്പിലെ ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ ഉഷാറായിട്ട് പഠനം മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടു കൂടി ചില സെലക്ട് ആയിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതിനനുബന്ധ കാര്യങ്ങളും നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ എക്സ്ട്രാ ആയിട്ട് പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, വെരി ഗുഡ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജന്റെ അയോണൈസേഷൻ ഊർജം ഡാഷ് ഇലക്ട്രോവോൾട്ട് ആണ്. ഹൈഡ്രജന്റെ അയണൈസേഷൻ എനർജി എത്ര ആണെന്നാണ് ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണൈസേഷൻ ഊർജം എന്താണ്? ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ആറ്റത്തിന്റെ ഏറ്റവും അവസാന ഷെല്ലിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജത്തെയാണ് നമ്മൾ അയോണൈസേഷൻ ഊർജം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രജന്റെ ഊർജമല്ല, അയോണൈസേഷൻ ഊർജമാണ്. എല്ലാവർക്കും അറിയാം ഊർജം കാണാൻ, അയോണൈസേഷൻ ഊർജം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അയോണൈസേഷൻ, ഞാൻ അടുത്ത പേജിൽ ചെയ്യാം. അയോണൈസേഷൻ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ്. എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് എന്നതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ട ഇക്വേഷൻ. മനസ്സിലായോ? അയണൈസേഷൻ ഊർജം എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദ എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് എന്ന ഇക്വേഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ തന്നെ നമുക്ക് ഒരു ഓർബിറ്റിന്റെ എനർജി കാണാനുള്ള, ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് En വോൾട്ടിൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -13.6 Z² divided by n² എന്ന ഇക്വേഷൻ ആണ്. We know that, നമുക്ക് എല്ലാവർക്കും അറിയാം Z എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്, അല്ലെ? Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ ഹൈഡ്രജന്റെ കേസിൽ നമുക്കൊന്ന് ചെയ്യാം. ഹൈഡ്രജന്റെ കേസിൽ -13.6 ഇൻറ്റു ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, 1² ഡിവൈഡഡ് ബൈ n², നമ്പർ ഓഫ് ഓർബിറ്റ്. ഹൈഡ്രജന്റെ കേസിൽ ഒരു ഷെല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്നിന്റെ വാല്യൂ 1 ആണ്. ക്യാൻസൽ ചെയ്തു പോകുന്നു. ഹൈഡ്രജന്റെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ എനർജി എന്ന് പറയുന്നത് -13.6 ആണ്. നമുക്ക് എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് കിട്ടി. എത്ര കിട്ടി? -13.6 വോൾട്ട് ആണ്. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് അയണൈസേഷൻ എനർജിയാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ദാ കിടക്കുന്നു. നമുക്ക് അതിലേക്ക് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഇൻറ്റു -13.6, മൈനസും മൈനസും പ്ലസ് ആയി പോയി. ഫൈനൽ ആൻസർ എത്ര ആണ്? 13.6 ആണ്. 13.6 ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബോർ ആറ്റം മോഡൽ എല്ലാവർക്കും അറിയാമല്ലോ, അല്ലെ? ബോർ ആറ്റം മോഡലിലേക്ക് സ്വാധീനിച്ച തിയറി ഏതാണ്? ക്വാണ്ടം തിയറിയാണ്. ഹു പ്രപ്പോസ്ഡ് ക്വാണ്ടം തിയറി? യെസ്, മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തത്. അവിടെ നമുക്കറിയാവുന്ന മറ്റു ചില കാര്യങ്ങളല്ലോ. എനർജി ഓഫ് ഈച്ച് ക്വാണ്ടം is directly proportional to its frequency. Energy of each quantum is directly proportional to its frequency. അതിൽ പ്രപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുന്നു. E is equal to h mu, where h is called, h നെ വിളിക്കുന്ന പേരെന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ്. h നെ വിളിക്കുന്ന പേര് പറ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എല്ലാവർക്കും അറിയാം. 6.626 into
10 raised to minus 34. Repeat, 6.626 into 10 raised to minus 34 യൂണിറ്റ് പഠിച്ചിരിക്കുക ജൂൾ സെക്കൻഡ്. ഓക്കെ, h is equal to Planck's constant. Planck's constant value 6.626 into 10 raised to minus 34. അവിടെ നിങ്ങൾ കുറച്ച് കോൺസ്റ്റന്റുകളും കുറച്ച് വാല്യൂസും പഠിച്ചു വെച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്. പറഞ്ഞു തരാം. ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചു മാറ്റി. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ പറ. 6.626 into 10 raised to minus 34 ജൂൾ സെക്കൻഡ്. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അവിടെ നമ്മൾ രണ്ട് റിഡ്ബർഗ് കോൺസ്റ്റന്റ് രണ്ട് സാഹചര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ കേസിൽ വേവ് നമ്പർ മെൻഷൻ ചെയ്യുന്നിടത്ത് നമ്മളൊരു റിഡ്ബർഗ് കോൺസ്റ്റന്റ് പരാമർശിക്കുന്നില്ലേ? പറ, റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ് അവിടെ? നിങ്ങൾ പറയണം. ക്ലാസ് കണ്ടവരാണ്. 109,677. മറക്കരുത്, 109,677. ഓർത്തിരിക്കണേ റിഡ്ബർഗ് കോൺസ്റ്റന്റ്, മറക്കരുത്. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ് പറയാമോ? വെരി ഗുഡ്, വെരി ഗുഡ്. 9.1 into 10 raised to minus 31 kilogram. 9.1 into 10 raised to minus 31 kilogram. വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ പറ, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ് പറയാമോ? മൈനസ് 1.6 into 10 raised to minus 19 കൂളംബ്. കൂളംബ് കേട്ടല്ലോ. മൈനസ് 1.6 into 10 raised to minus 19 കൂളംബ്. നമുക്കറിയാം ഈ ചാർജ് കണ്ടുപിടിച്ചത് ആരാണ്? മില്ലീക്കൻ ആണ് അല്ലെ? ചാർജ് കണ്ടുപിടിച്ചത് മില്ലീക്കൻ ആണ്. ഏത് എക്സ്പെരിമെന്റിലൂടെയാണ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് പറഞ്ഞു, മാസ് പറഞ്ഞു. ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ ഉണ്ടല്ലോ, ജെ തോംസൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ പറയാമോ എത്രയാണെന്ന്? യെസ്, വെരി ഗുഡ്. 1.758820. ഒന്നുകൂടെ പറ, റിവിഷൻ ചെയ്തു വാ. 1.758820 into 10 raised to 11 in 10 raised to 11 യൂണിറ്റ് പഠിക്കണം. കൂളം പെർ കിലോഗ്രാം. കൂളം പെർ കിലോഗ്രാം. മറന്നു പോവല്ലേ. നെക്സ്റ്റ്, വെലോസിറ്റി ഓഫ് ഫോട്ടോൺ. വെലോസിറ്റി ഓഫ് ഫോട്ടോൺ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് പഠിച്ചിരിക്കണം. അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 3 into 10 raised to 8 meter per second. 3 into 10 raised to 8 meter per second. വരുന്ന ക്ലാസ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ HSA കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, മോക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം ഇതുപോലുള്ള മോക്ക് ക്വസ്റ്റ്യൻസ്, മോക്ക് എക്സാംസുകൾ നടത്താൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ, നീറ്റ് JEE ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഫാക്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബോർ ആറ്റം മോഡലിന്റെ കുറച്ച് ഡ്രോബാക്കുകൾ ഉണ്ടല്ലോ, പോരായ്മകൾ ഉണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു ബോർ ആറ്റം മോഡലിന്റെ പോരായ്മകള്? നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓരോ പോയിന്റുകൾ പറ. യെസ്, പറഞ്ഞോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തെ പോലെ ഒരു ഇലക്ട്രോണുമുള്ള അയോണുകൾക്കുമാണ് ബാധകം. അപ്പൊ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തെ പോലെ ഒരു ഇലക്ട്രോണുമുള്ള അയോണുകൾക്കുമാണ് ബാധകം. ഏതൊക്കെയാണത് ഞാൻ പറഞ്ഞു തരാം. ഹീലിയം അയോൺ He+. ഹീലിയത്തിലെ ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. He+ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോയി, ബാക്കി ഇനി ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതേപോലെ അടുത്തവനെ ഒന്ന് കാണിച്ചു തരാം. Li2+. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. 2+ എന്ന് വെച്ചാൽ അർത്ഥം 3ൽ 2 എണ്ണം പോയി, ഇനി എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒന്നുകൂടെ പഠിച്ചോ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, Be3+ പഠിച്ചോ. 4 ഇലക്ട്രോൺ ആണുള്ളത്. അതിൽ 3 എണ്ണം പോയി. കാണാൻ പറ്റുന്നില്ല അല്ലേ? ചിത്രമായിട്ട് മാറ്റി എഴുതാം. Be3+. 4 എണ്ണമാണുള്ളത്. അതിൽ 3 എണ്ണം പോയി, ഇനി എത്ര എണ്ണമേ ഉള്ളൂ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം ഹൈഡ്രജൻ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്
ഒന്ന് ഹൈഡ്രജനും ബാധകമാണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റത്തെ പോലെ ഒരു ഇലക്ട്രോൺ ഉള്ള അയോണുകൾക്ക് മാത്രമേ ഈ ആറ്റം മോഡൽ ബാധകമായിട്ടുള്ളൂ. രണ്ടാമത് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും വിശദീകരിക്കാൻ സാധിച്ചില്ല. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിനും ഹൈഡ്രജൻ ആറ്റത്തെ പോലെയുള്ള ഒരു ഇലക്ട്രോണുകൾക്ക് മാത്രമാണ് ഈ ആറ്റം മോഡൽ ബാധകം. രണ്ട്, സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും വിശദീകരിക്കാൻ സാധിച്ചില്ല. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹെയ്സൻബർഗ് അൺസെർട്ടാനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗിന്റെ അൺസെർട്ടാനിറ്റി പ്രിൻസിപ്പിൾ വിശദീകരിക്കാൻ സാധിച്ചില്ല. ഹെയ്സൻബർഗിന്റെ അനിശ്ചിത തത്വം അല്ലെ വിശദീകരിക്കാൻ സാധിച്ചില്ല. അടുത്ത പോയിന്റ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. പദാർത്ഥത്തിന്റെ ദ്വൈത സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കാൻ സാധിച്ചില്ല. ഹൈഡ്രജൻ ആറ്റത്തിനും ഹൈഡ്രജൻ ആറ്റത്തെ പോലെയുള്ള ഒരു ഇലക്ട്രോണുകൾക്ക് മാത്രമാണ് ബാധകം. സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും വിശദീകരിക്കാൻ സാധിച്ചില്ല. ഹെയ്സൻബർഗിന്റെ അനിശ്ചിത തത്വം വിശദീകരിക്കാൻ സാധിച്ചില്ല. അടുത്തത് പറ, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, പദാർത്ഥത്തിന്റെ ദ്വൈത സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കാനും ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. ഇനിയുമുണ്ട്, ആറ്റങ്ങൾ കൂടിച്ചേർന്ന തന്മാത്രകൾ ഉണ്ടാകാനുള്ള ആറ്റങ്ങളുടെ കഴിവിനെ കുറിച്ച്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാക്കാനുള്ള ആറ്റങ്ങളുടെ കഴിവിനെ കുറിച്ച് വിശദീകരിക്കാൻ സാധിച്ചില്ല. ഫൈനലി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. 5 പോയിന്റ്. ഒന്ന്, വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ബോർ ആറ്റം മോഡൽ? ഹൈഡ്രജൻ ആറ്റത്തിനും ഹൈഡ്രജൻ ആറ്റത്തെ പോലെയുള്ള ഒരു ഇലക്ട്രോണുകൾക്ക് മാത്രമാണ് ബാധകം. രണ്ട്, സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും വിശദീകരിക്കാൻ സാധിച്ചില്ല. മൂന്ന്, ഹെയ്സൻബർഗിന്റെ അൺസെർട്ടാനിറ്റി പ്രിൻസിപ്പിൾ വിശദീകരിക്കാൻ സാധിച്ചില്ല. നാല്, പദാർത്ഥത്തിന്റെ ദ്വൈത സ്വഭാവത്തെ കുറിച്ച് ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് വിശദീകരിക്കാൻ സാധിച്ചില്ല. 5, ആറ്റങ്ങൾ കൂടിച്ചേർന്ന തന്മാത്രകൾ ഉണ്ടാക്കാനുള്ള ആറ്റങ്ങളുടെ കഴിവിനെ കുറിച്ചും വിശദീകരിക്കാൻ ബോർ ആറ്റം മോഡലിന് സാധ്യമായില്ല. ഇതിനുശേഷം വന്നതാണ് ഷ്രോഡിംഗർ ആറ്റം മോഡൽ അഥവാ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. നമുക്ക് അതിലേക്കൊക്കെ വരാം. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓക്കെ, ബോർ ആറ്റം മോഡലിന്റെ ഡ്രോബാക്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കണേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹൈഡ്രജൻ ആറ്റത്തെ പോലെയുള്ള ഒരു ഇലക്ട്രോൺ ഉള്ള അയോണുകൾക്കുമാണ് ബാധകമെന്ന്. എങ്കിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. Li2 പ്ലസിന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്? എക്സ്പ്രസ് ഇൻ പൈക്കോമീറ്റർ. ഏത് യൂണിറ്റിലാണ് പറയേണ്ടത്? പൈക്കോമീറ്ററിലാണ് പറയേണ്ടത്. Li2 പ്ലസിന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്? എക്സ്പ്രസ് ഇൻ പൈക്കോമീറ്റർ. ചെയ്യാമോ? ആൻസർ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം. ടോപ്പിക്കും സിലബസും പഠിച്ചു പോയവർക്ക് ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രജന്റെ കേസിലെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ആണ് Rn is equal to A0n square, where A0 is a constant and its value is എത്ര? 52.9 പൈക്കോമീറ്റർ. ഒന്നുകൂടെ, A0യുടെ വാല്യൂ എത്രയാണ്? A0യുടെ വാല്യൂ 52.9 പൈക്കോമീറ്റർ. ഇത് നമുക്കുള്ളത് ഹൈഡ്രജൻ ആറ്റത്തിലെ ഓർബിറ്റിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. എന്നാൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോൺ ഉള്ളവരുടെ കേസിലാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. Rn is equal to A0n square divided by Z. Rn is equal to A0n square divided by Z. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ലിഥിയത്തിന്റെ കേസിൽ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. Li2 പ്ലസ് നമുക്ക് ഇക്വേഷൻ എഴുതി Rn is equal to A0n square. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓർബിറ്റ്, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ,
അപ്പൊ എഴുതാം Rn is equal to A0യുടെ വാല്യൂ 52.9 ഇൻറ്റു n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓർബിറ്റ്. ഏത് ഓർബിറ്റിന്റെ റേഡിയസ് ആ കാണേണ്ടത്? സെക്കൻഡ് ഓർബിറ്റ് ആണ്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു. therefore 2 ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അറ്റോമിക് നമ്പർ 3. എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൻസർ കിട്ടുന്നത് 70.53 പൈക്കോമീറ്റർ എന്ന് കിട്ടും. 70.53 പൈക്കോമീറ്റർ എന്ന ആൻസർ കിട്ടും. കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ബോർ ആറ്റം മോഡലിന്റെ കേസ് വന്നപ്പോൾ, ഒരു അവസരം വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ തന്നെ എന്ത് ചെയ്തു വെച്ചിരിക്കുക? ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഒരു ചോദ്യത്തില് നിങ്ങൾക്ക് എത്രത്തോളം കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കണം. കണ്ടല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് സ്ഥിരത സന്തുലനാവസ്ഥ കൈവരിക്കുന്നത് ഡാഷ് ആറ്റം മോഡൽ പ്രകാരമാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ഉള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ആറ്റം മോഡൽ അവിടെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആറ്റം മോഡൽ ഒന്നാണ്. +1 സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് JJ തോംസന്റെ ആറ്റം മോഡൽ ആണ്. തോംസൺ ആറ്റം മോഡൽ അറിഞ്ഞിരിക്കണം. യെസ്. രണ്ടാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ആണ്. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ അറിഞ്ഞിരിക്കണം. യെസ്, വെരി ഗുഡ്. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. മൂന്നാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബോർസ് ആറ്റം മോഡൽ ആണ്. ബോറിന്റെ ആറ്റം മോഡൽ ആണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആണ്. വെക്ടർ മോഡലൊക്കെ നിങ്ങൾ മൊഡ്യൂൾ 5 ചർച്ച ചെയ്യുന്നത് അല്ലെ? ഫിസിക്സ് റിലേറ്റഡ് ടോപ്പിക് ആണത്. അപ്പൊ നമുക്ക് ഓരോ ആറ്റം മോഡൽ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് റിവിഷൻ ചെയ്തു വരാം. ഇത് പഠിച്ചു വെച്ചിരിക്കുന്നവർ ഇത് റിവിഷൻ ആക്കി എടുക്കണം കേട്ടോ. ഇത് പഠിച്ചു വെച്ചിരിക്കുന്നവര്, ഈ ക്ലാസ്സുകൾ കണ്ട് സെറ്റ് ആയിട്ടിരിക്കുന്നവര് ഇതൊരു ടോപ്പിക് റിവിഷൻ ആക്കി എടുക്കുക. ഓക്കെ. JJ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെട്ടിരുന്ന പേരുകളാണ്. ഒന്ന് വാട്ടർമെലൺ മോഡൽ അല്ലെ? വാട്ടർമെലൺ മോഡൽ. രണ്ട് പ്ലം പുഡിംഗ് മോഡൽ. പിന്നെ അറിയപ്പെട്ടിരുന്ന പേരാണ് പ്ലം പുഡിംഗ് മോഡൽ. വാട്ടർമെലൺ മോഡല്, പ്ലം പുഡിംഗ് മോഡല്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് റൈസിൻ പുഡിംഗ് മോഡല്. റൈസിൻ പുഡിംഗ് മോഡല്. ഈ മൂന്ന് പേരുകളിലാണ് പ്രധാനമായും JJ തോംസന്റെ ആറ്റം മാതൃക അറിയപ്പെട്ടിരുന്നത്. ഇതിൽ JJ തോംസന്റെ ആറ്റം മോഡലിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് വാട്ടർമെലൺ മോഡൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ മാതൃക അനുസരിച്ച് ആറ്റത്തിന് ഗോളാകൃതിയാണ്. ഈ മാതൃക അനുസരിച്ച് ആറ്റത്തിന് ഏത് ആകൃതിയാണ്? ഗോളാകൃതിയാണ്. അദ്ദേഹം അതിനുശേഷം പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, തണ്ണിമത്തനിൽ അതിന്റെ ചുവന്ന മാംസഭാഗം വ്യാപിച്ചിരിക്കുന്നത് പോലെയാണ് ആറ്റത്തിനുള്ളിൽ തുല്യമായി എല്ലാ ഭാഗത്തും തുല്യമായി മാസും വ്യാപിച്ചിരിക്കുന്നു. തണ്ണിമത്തനിലെ മാംസഭാഗം വ്യാപിച്ചിരിക്കുന്നത് പോലെ ആറ്റത്തിനുള്ളിൽ എല്ലാ ഭാഗത്തുമായിട്ട് ആറ്റത്തിന്റെ മാസും തുല്യമായി വ്യാപിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാല്, ഒരു തണ്ണിമത്തനിൽ അതിന്റെ അരികൾ എങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെയാണ് ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകളും ക്രമീകരിച്ചിരിക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഈ മാതൃക അനുസരിച്ച് ആറ്റത്തിന് ഗോളാകൃതിയാണ്. രണ്ട്, തണ്ണിമത്തനിലെ മാംസഭാഗം പോലെ ആറ്റത്തിനുള്ളിൽ അതിന്റെ മാസ് എല്ലായിടത്തും തുല്യമായി വ്യാപിച്ചിരിക്കുന്നു. അടുത്ത പോയിന്റ്, തണ്ണിമത്തനിലെ അരികൾ പോലെയാണ് ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ആറ്റത്തിന് ചുറ്റും തുല്യമായി പോസിറ്റീവ് ചാർജുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ആറ്റത്തിൽ തുല്യമായി പോസിറ്റീവ് ചാർജുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ലാസ്റ്റ് പോയിന്റ്, ഒരാറ്റത്തിലെ ആകെയുള്ള നെഗറ്റീവ് ചാർജിന്റെ എണ്ണം ആകെയുള്ള പോസിറ്റീവ് ചാർജിന്റെ എണ്ണത്തിന് തുല്യമാണ്. ഒരാറ്റത്തിലെ ആകെയുള്ള പോസിറ്റീവ് ചാർജിന്റെ എണ്ണം ആകെയുള്ള നെഗറ്റീവ് ചാർജിന്റെ എണ്ണത്തിന് തുല്യമാണ്.
എല്ലാവർക്കും കൺസെപ്റ്റ് എത്തിയല്ലോ. അതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായി ചാർജ് ഇല്ലാത്ത കണമാണ് എന്ന് ജെ തോംസൺ തന്റെ ആറ്റം മോഡലിലൂടെ പറഞ്ഞു വെച്ചു. മനസ്സിലായോ? അതായത് ഒരാറ്റത്തിലെ ആകെയുള്ള നെഗറ്റീവ് ചാർജിന്റെ എണ്ണം ആകെയുള്ള പോസിറ്റീവ് ചാർജിന്റെ എണ്ണത്തിന് തുല്യമായതിനാൽ ആറ്റം വൈദ്യുതപരമായിട്ട് ചാർജ് ഇല്ലാത്ത കണമാണ്. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ആറ്റം വൈദ്യുതപരമായി ചാർജ് ഇല്ലാത്ത ഒരു കണമാണ് എന്ന് കൊണ്ടുവന്നത്, പ്രസ്താവിച്ചത് ഏത് ആറ്റം മോഡലിലൂടെയാണ്? ജെ തോംസന്റെ ആറ്റം മാതൃകയിലൂടെയാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ പരാജയത്തിന് ശേഷം ഈ ആറ്റം മോഡലിന്റെ ഇദ്ദേഹം പറഞ്ഞ പല പ്രസ്താവനകളും തെറ്റായിരുന്നു. ഇതിന്റെ പരാജയത്തിന് ശേഷമായിരുന്നു റൂദർഫോർഡ് തന്റെ ആറ്റം മോഡലുമായിട്ട് വന്നത്. റൂദർഫോർഡ് ആറ്റം മോഡൽ. റൂദർഫോർഡ് ആറ്റം മോഡൽ. ഈ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്ന്, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. രണ്ട്, ന്യൂക്ലിയർ ആറ്റം മോഡൽ. ന്യൂക്ലിയർ ആറ്റം മോഡൽ. ഈ പേരുകളിൽ അറിയപ്പെടുന്നതാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. ഇനി ഈ ആറ്റം മോഡലിലേക്ക് എത്താൻ റൂദർഫോർഡും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഓർത്തിരിക്കണേ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, ഓർ മറ്റൊരു പേരുണ്ട് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. കേട്ടല്ലോ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഓർത്തു വെച്ചിരിക്കുക. റൂദർഫോർഡിന്റെ ആറ്റം മോഡല് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്നു, ന്യൂക്ലിയർ ആറ്റം മോഡൽ എന്നറിയപ്പെടുന്നു. ഇത് കണ്ടെത്താൻ ഇതിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് ഇത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അഥവാ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇത്രയും കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. എങ്കിൽ ഞാൻ ഇതിന്റെ കുറച്ച് ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ്, പോസ്റ്റേഴ്സ് എന്ന് പറയട്ടെ. നിങ്ങൾ അത്രയും നേരം ഒന്ന് കേട്ടിരിക്കുവോ? അടിപൊളിയായിട്ട് കേട്ടിരിക്കണേ, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവല്ലേ. അപ്പൊ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല്, ഇദ്ദേഹം സിമ്പിൾ ആയിട്ട് അങ്ങ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു, എന്നിട്ട് ഇതിലൂടെ ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടു. ഇദ്ദേഹം ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടു. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുന്നത് ഈ ഗോൾഡ് ഫോയിലുള്ള അതിന്റെ ആറ്റങ്ങളിലൂടെ ആയിരിക്കും. അപ്പൊ അതിൽ ഒരാറ്റം ഞാൻ ഇങ്ങോട്ട് വലുതായിട്ട് എടുത്ത് വരയ്ക്കുവാണേ. ഒരാറ്റം ഞാൻ അതിൽ വലുതായിട്ട് എടുത്ത് ഇങ്ങോട്ട് വരച്ചു, ഒരാറ്റം. എന്നിട്ട് ഇദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ ഇദ്ദേഹം കണ്ട കാഴ്ച എന്താന്ന് വെച്ചാൽ, ഈ ഗോൾഡ് ഫോയിലിയുടെ എക്സ്പെരിമെന്റ് അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാല്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ, ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ കടന്നുപോയി. കണ്ടോ, ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നുപോയി എന്ന് അദ്ദേഹം കണ്ടു. Okay, most of the alpha particles passed through the gold foil without any deviation. Without any deviation. ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. മനസ്സിലുണ്ടായിരിക്കണേ. അടുത്ത പോയിന്റ്, കുറച്ച് ആൽഫ കണങ്ങൾക്ക് ചെറിയ കോണളവിൽ, കുറച്ച് ആൽഫ കണങ്ങൾക്ക് ചെറിയ കോണളവിൽ എന്ത് സംഭവിച്ചു? വ്യതിയാനം സംഭവിച്ചു. കുറച്ച് ആൽഫ കണങ്ങൾക്ക് ചെറിയ കോണളവിൽ വ്യതിയാനം സംഭവിച്ചു. ഓക്കെ, ഞാൻ വരയ്ക്കുന്ന കാണിച്ചു തരാം. വരയ്ക്കുന്ന നിങ്ങൾ കണ്ടു കാണാം, വരയ്ക്കുന്ന നിങ്ങൾ കണ്ടു കാണും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അപ്പൊ ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം ഒന്നും സംഭവിക്കാതെ ഗോൾഡ് ഫോയിലൂടെ എന്ത് ചെയ്തു പോയി? കടന്നുപോയി. കുറച്ച് ആൽഫ കണങ്ങൾക്ക് ചെറിയ തോതിൽ എന്ത് സംഭവിച്ചു? വ്യതിയാനം സംഭവിച്ചു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, വളരെ 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 കുറച്ച് ആൽഫ കണങ്ങൾക്ക് 180 ഡിഗ്രിയിൽ വ്യതിചലിച്ചു പോയി. വന്നു, അതേപോലെ തന്നെ ഇടിച്ച് തിരിച്ചു പോയി. 180 ഡിഗ്രിയിൽ വ്യതിചലിച്ചു പോയി. ഇത് മൂന്നുമാണ് ഒബ്സർവേഷൻ. ഭൂരിഭാഗം ആൽഫ കണങ്ങളും ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. കുറച്ച് ആൽഫ കണങ്ങൾക്ക് ചെറിയ തോതിൽ വ്യതിയാനം സംഭവിച്ചു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾക്ക് 180 ഡിഗ്രിയിലും വ്യതിയാനം സംഭവിച്ചു. ഇനി ഇതിന്റെ കാരണങ്ങൾ അദ്ദേഹം, കൺക്ലൂഷൻസ്, ഈ ഒബ്സർവേഷൻസ് വെച്ച് എന്തൊക്കെ നിഗമനങ്ങളിലാണ് അദ്ദേഹം എത്തിയത്? നമുക്കൊന്ന് എത്തി നോക്കാം.
അദ്ദേഹം പറഞ്ഞു ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നുപോയതിന്റെ കാരണം ഒരാറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും എന്താണ്? ശൂന്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരാറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും എന്താണ്? ശൂന്യമാണ്. അദ്ദേഹം കണ്ടെത്തിയ ഫസ്റ്റ് പോയിന്റ്. ഭൂരിഭാഗം സ്ഥലവും ശൂന്യമായതുകൊണ്ടാണ് ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനമൊന്നും സംഭവിക്കാതെ കടന്നുപോയത്. അടുത്ത രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്തായിരുന്നു? കുറച്ച് ആൽഫ കണങ്ങൾക്ക് ചെറിയ തോതിൽ വ്യതിയാനം സംഭവിച്ചു. അതിന്റെ റീസൺ എന്ന് പറയാം. ഈ വരുന്ന ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് ആണല്ലോ, പോസിറ്റീവ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് ഉള്ളവന്മാർ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ട് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം. പോസിറ്റീവും തമ്മിൽ അട്രാക്ട് ചെയ്യുമോ? റിപ്പല് ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഉള്ളവ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം. അപ്പൊ നേരെ ഡീവിയേറ്റ് ചെയ്തു പോയി. എന്നാൽ ഈ ഭാഗത്തൊന്നും ഇങ്ങനൊന്നും സംഭവിച്ചില്ല. അതിന്റെ കാരണം എന്താ? അവിടെ ഒന്നും പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഇല്ല. അപ്പൊ എവിടെയാണ് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം? കേന്ദ്രഭാഗത്താണ്. ആ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ഭാഗത്തെ റൂദർഫോർഡ് വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. അപ്പൊ അദ്ദേഹം രണ്ടാമത് കണ്ടെത്തിയ, ഇത് ടോപ്പിക് എടുക്കുകയല്ല, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പൊ വേഗത്തിൽ പറഞ്ഞു പോകും, ഒന്ന് ക്യാച്ച് ചെയ്തു വരണേ. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ രണ്ടാമത്തെ പോയിന്റ്, ഒരാറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് ആ ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ ഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു. മൂന്നാമത്തെ പോയിന്റ്, വളരെ കുറച്ച് ആൽഫ കണങ്ങൾക്ക് 180 ഡിഗ്രിയിൽ വ്യതിയാനം സംഭവിച്ചു. അതിന്റെ കാരണം എന്താണ് ചോദിച്ചാലുണ്ടല്ലോ, പറഞ്ഞു തരാം. ഈ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ അതിന്റെ നേരെ വരുന്നവന്മാരുടെ എണ്ണം വളരെ കുറവാ. ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് ആ ന്യൂക്ലിയസിന് നേരെ വരുന്ന ആൽഫ കണങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇനി ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ വലുതാണെന്നിരിക്കട്ടെ, വളരെ വലുതായിരുന്നുവെങ്കിൽ നേരെ വരുന്ന ആൽഫ കണങ്ങളുടെ എണ്ണം വളരെ കൂടുതലും 180 ഡിഗ്രിയിൽ പോകുന്നവന്മാരുടെ എണ്ണം വളരെ കൂടുതലും ചെയ്തേനെ. പക്ഷെ ഇവിടെ 180 ഡിഗ്രിയിൽ പോകുന്നവന്മാരുടെ എണ്ണം വളരെ കുറവാ. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്താന്ന് വെച്ചാൽ, ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ എന്താണ്? ചെറുതാണ്. അതിന് അദ്ദേഹം ഒരു മാഗ്നിറ്റ്യൂഡ് തരുന്നുണ്ട്, അപ്രോക്സിമേറ്റ്ലി 10⁻⁻15 മീറ്റർ. ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 10⁻⁻15 മീറ്റർ ആണ്. ഇത്രയും കാര്യം റിവിഷൻ ചെയ്തല്ലോ. ഇനി ഇത് വെച്ചാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡല് ശാസ്ത്ര ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ഹൃദയത്തിൽ കൊണ്ടുവെക്ക്. ഒരാറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. എന്താണ്? ശൂന്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരാറ്റത്തിലെ ഭൂരിഭാഗം മാസും, മുഴുവൻ മാസും അല്ല, ഒരാറ്റത്തിലെ ഭൂരിഭാഗം മാസും മുഴുവൻ പോസിറ്റീവ് ചാർജും, ഒരാറ്റത്തിലെ ഭൂരിഭാഗം മാസും മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിലാണ്. മൂന്നാമത്തെ പോയിന്റ്, ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നു. എന്ന് അദ്ദേഹം കണ്ടെത്തി. നമുക്കറിയാം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാ, അവിടെ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാ. അപ്പൊ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ചാർജുകളെ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ശരിയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഈ ന്യൂക്ലിയസിനെയും ആ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണുകളെയും ചേർത്ത് നിർത്തുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അഥവാ വൈദ്യുത സ്ഥിര ആകർഷണ ബലമാണ്. ഒരാറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസും മുഴുവൻ പോസിറ്റീവ് ചാർജും അതിനു ചുറ്റും ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണുകളും ഇവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്നാണ് NCERT പറയുന്നത്. ഈ ന്യൂക്ലിയസിനെയും ഈ ഇലക്ട്രോണിനെയും തമ്മിൽ ഒന്ന് ചേർത്ത് നിർത്തുന്ന, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്
ഏത് ആകർഷണ ബലമാണ്? വൈദ്യുത സ്ഥിത ആകർഷണ ബലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഡൗട്ടുകളൊന്നുമില്ലല്ലോ? എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ആറ്റം മോഡൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ രണ്ട് വിദ്യാർത്ഥികളായ ഗീഗറും മാസ്ഡണും എന്ന് പറയുന്ന ആ രണ്ട് വിദ്യാർത്ഥികൾ റൂദർഫോർഡിന് ചോദിച്ചു, ഒരാറ്റത്തിന്റെ കേന്ദ്രഭാഗത്താണ് അതിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും, അതിനു ചുറ്റും കിടന്നാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കിടന്ന് കറങ്ങുന്നത്. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ചാർജുകളല്ലേ? അതെ. അപ്പൊ ഈ ഓപ്പോസിറ്റ് ചാർജുകൾ ഈ നെഗറ്റീവ് വന്ന് നേരെ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്ത് ഈ ഇലക്ട്രോണുകൾ വന്ന് ന്യൂക്ലിയസിൽ ഇടിച്ച് ആറ്റം ഇല്ലാതാകേണ്ടതല്ലേ എന്ന് ഈ വിദ്യാർത്ഥികൾ റൂദർഫോർഡിനോട് ചോദിച്ചു. ഇതിന് വ്യക്തതയുള്ള ഒരു മറുപടി തരാൻ ആർക്ക് സാധിച്ചില്ല? റൂദർഫോർഡിന് സാധിച്ചില്ല. അതായത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സ്റ്റെബിലിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന ഈ ആറ്റം മോഡലിനെതിരെയുള്ള ഈ ചോദ്യത്തെ ചലഞ്ച് ചെയ്യാൻ റൂദർഫോർഡിന് സാധിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിന്റെ പ്രധാനപ്പെട്ട ഒരു പരാജയ കാരണമാണ് ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചില്ല. 2, ഇലക്ട്രോണുകളുടെ ക്രമീകരണം വിശദീകരിക്കാൻ സാധിച്ചില്ല. 3, ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചില്ല. ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചില്ല. 2, ഇലക്ട്രോണുകളുടെ ക്രമീകരണം വിശദീകരിക്കാൻ സാധിച്ചില്ല. 3, ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇതിനൊക്കെ പരിഹാരമായിട്ടാണ്, സ്ഥിരത വിശദീകരിച്ചുകൊണ്ടാണ് ബോർ ആറ്റം മോഡൽ വന്നത്. ബോർ ആറ്റം മോഡലിന് ആറ്റത്തിന്റെ എന്ത് വിശദീകരിക്കാൻ സാധിച്ചു? സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചു. വരും ക്ലാസ്സുകൾ നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് സ്ഥിരത സന്തുലനാവസ്ഥ കൈവരിക്കുന്നത് ഡാഷ് ആറ്റം മോഡൽ പ്രകാരമാണ്. ഓപ്ഷൻ ബി ബോർ ആറ്റം മോഡൽ പ്രകാരമാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആറ്റത്തിന്റെ സൈസ് ഏകദേശം എത്രയാണ്? നമ്മളിപ്പോ ചർച്ച ചെയ്തേ ഉള്ളൂ. ആറ്റത്തിന്റെ സൈസ് 10⁻⁻10 മീറ്റർ ആണ്. എന്നാൽ ന്യൂക്ലിയസിന്റെ സൈസ് 10⁻⁻15 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാ കിടക്കുന്ന ന്യൂക്ലിയസിൻ്റെത്. ആറ്റത്തിന്റെ ഏകദേശം 10⁻10 to 10⁻8 എന്നൊക്കെ പറയാം. 10⁻10 തന്നെയാണ് എപ്പോഴും നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെതായിരുന്നെങ്കിൽ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? മാർക്ക് ചെയ്യാമായിരുന്നു. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറെ ഫാക്റ്റുകളിൽ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം എന്ത്? പറഞ്ഞു തരാം. അതായത് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണല്ലോ ഇസഡ്. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മൂലകത്തിന്റെ, ഇപ്പൊ സോഡിയം എടുക്കുന്നു, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11, അവന്റെ മാസ് നമ്പർ 23. ഇവന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം. ഇവന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം. എന്നാൽ ഇവന്റെ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 23 മൈനസ് 11 12. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യം ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ മാസ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണസംഖ്യയാണ്. അറ്റോമിക നമ്പരും മാസ് നമ്പരും പൂർണ്ണസംഖ്യയാണ്. എന്നാൽ അറ്റോമിക ഭാരം, അറ്റോമിക മാസ് പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. മനസ്സിലായോ? അറ്റോമിക നമ്പര് പൂർണ്ണസംഖ്യയായിരിക്കും, മാസ് നമ്പര് പൂർണ്ണസംഖ്യയായിരിക്കും, പക്ഷെ അറ്റോമിക മാസ് പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. എങ്ങനെയാണ് അറ്റോമിക മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു എലമെന്റ് എടുക്കുന്നു, അവന്റെ ഐസോടോപ്പുകളുടെ മാസിന്റെ ശരാശരി ആയിരിക്കും നമ്മൾ ആ മൂലകത്തിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? ആ മൂലകത്തിന് എത്ര ഐസോടോപ്പുകൾ ഉണ്ടോ അതിന്റെയൊക്കെ മാസിന്റെ ശരാശരിയാണ് ആ മൂലകത്തിന്റെ അറ്റോമിക ഭാരം എന്ന് പറയുന്നത്. അപ്പൊ ശരാശരി എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടണമെന്നില്ല? പൂർണ്ണസംഖ്യ കിട്ടണമെന്നില്ല. അപ്പൊ ഒരു മൂലകത്തിന്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല.
അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ആ മൂലകങ്ങൾക്ക് ഐസോടോപ്പുകൾ ഉള്ളതാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റിലേക്ക് പോകാം. എഥനോളും എൻ ഹെപ്റ്റൈൻ, അതായത് എഥനോള് നോർമൽ ഹെക്ടൈൻ ചേർന്ന ലായനി എന്തിന്റെ ഉദാഹരണമാണ് എന്നാണ് നമ്മളോട് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് എന്തുമായി ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിച്ചാൽ റൗൾസ് ലോ പ്ലസ് ടുവിന്റെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്, സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻ, ഇതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. റൗൾസ് ലോയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നതാണ്. വി നോ ദാറ്റ്. എന്താണ് റൗൾസ് ലോ പറഞ്ഞു വെക്കുന്നത്? അതായത് ഞാനിപ്പോ ഒരു ബീക്കർ ഇവിടെ എടുത്തു, ഒരു പാത്രം, രണ്ട് പാത്രം എടുത്തു. ഇതിൽ എ ഉണ്ട്, ഇതിൽ ബി ഉണ്ട്. എന്നാൽ വേറൊരു പാത്രം ഇവിടെ എടുത്തു. ഇവിടെ ഞാൻ എയും ബിയും തമ്മിൽ മിക്സ് ചെയ്തു. കണ്ടല്ലോ, ഈ എ എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. ദാറ്റ് മീൻസ് ബാഷ്പമായിട്ട്, വേപ്പറായിട്ട് പോകാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോളറ്റൈൽ എന്ന് വിളിക്കുന്നത്. യവനും വോളറ്റൈൽ ആണ്. യവനും എന്താണ്? വോളറ്റൈൽ ആണ്. അപ്പൊ ഈ എ വോളറ്റൈൽ ആയതുകൊണ്ട് പ്രത്യേകത എന്താണ്? യവൻ വേപ്പറായിട്ട് പോവുകയും വേപ്പർ മോളിക്കൂൾ ആവുകയും ഇത് വേപ്പറായി കഴിഞ്ഞതിന് ശേഷം ഈ വേപ്പർ ഈ ലിക്വിഡ് സർഫസിലേക്ക് ഒരു പ്രഷർ എക്സർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്യുവർ സ്റ്റേറ്റിലാണ്. ഇവിടെ എ മാത്രമേ ഉള്ളൂ, വേറൊരു കമ്പോണന്റും ഇല്ല. അതുകൊണ്ട് അവന്റെ വേപ്പർ പ്രഷറിനെ, പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറിനെ P0A എന്ന് മെൻഷൻ ചെയ്യാം. ഇവിടെ നോക്ക് ബി, ഇവിടെ ബി മാത്രമേ ഉള്ളൂ, വേറൊരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസും ഇല്ല. ഇത് വോളറ്റൈൽ ആണ്. അപ്പൊ ഇവൻ വേപ്പറായിട്ട് പോകുന്നു. ഈ വേപ്പർ മോളിക്യൂൾസ് സോളിഡിന്റെ സർഫസിലേക്ക് ഒരു പ്രഷർ എക്സർട്ട് ചെയ്യുന്നു. വേപ്പറായിട്ട് പോയിട്ട് മുകളിലോട്ട് പോകുന്നു, തിരിച്ച് സോളിഡ് സർഫസിലേക്ക് ഒരു പ്രഷർ എക്സർട്ട് ചെയ്യുന്നു. അതാണ് അവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് നമുക്ക് വിളിക്കാം. ഇവിടെ ബി മാത്രമേ ഉള്ളൂ, പ്യുവർ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ P0B എന്ന് മെൻഷൻ ചെയ്യാം. എന്നാൽ നിങ്ങൾ ഇവിടേക്ക് വരണേ. ഇവിടെ പ്യുവർ സ്റ്റേറ്റിലല്ല, എയും ബിയും കൂടെ കലർന്ന മിക്സർ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ എയും പ്രഷർ എക്സർട്ട്, എയും വോളറ്റൈൽ ആണ്, ബിയും വോളറ്റൈൽ ആണ്. എയും വേപ്പറായിട്ട് പോകുന്നുണ്ട്, ബിയും വേപ്പറായിട്ട് പോകുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ പ്രഷർ എക്സർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്യുവർ സ്റ്റേറ്റിൽ അല്ലാത്തത് കൊണ്ട് എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറിനെ നമുക്ക് PA എന്നും ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറിനെ PB എന്നും വിളിക്കാം. മനസ്സിലായോ? PA എന്താണ്, PB എന്താണ്? പ്യുവർ ഫോമിലാണെങ്കിൽ P0A, മിക്സറിൽ അല്ലെങ്കിൽ സൊല്യൂഷൻ ആണെങ്കിൽ അത് PA, പ്യുവർ സ്റ്റേറ്റിലാണെങ്കിൽ അത് P0B, മിക്സറിലാണെങ്കിൽ അത് PB എന്ന് നമുക്ക് വിളിക്കാം. രണ്ടും വേപ്പർ പ്രഷറാണ്, ഒന്ന് പ്യുവർ സ്റ്റേറ്റില്, മറ്റേത് മിക്സറില്. കൺസെപ്റ്റ് ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് P0A, എന്താണ് PA? മനസ്സിലായല്ലോ? അങ്ങനാണെങ്കിൽ ആ കൺസെപ്റ്റ് വെച്ച് ഞാൻ ഈ പറയുന്നതിലേക്ക് നിങ്ങളൊന്ന് വന്നേ. അതായത് റൗൾസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, റൗൾസ് ലോ states that for a volatile solution partial vapor pressure of a component, ഞാൻ ഇവിടെ PA എന്ന് എടുക്കാം. പാർഷ്യൽ വേപ്പർ പ്രഷറിനെ നമ്മൾ PA എന്ന് പറയും. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് എന്തൊക്കെയാണ്? വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് കമ്പോണന്റ് ആൻഡ് ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ Ka. മോൾ ഫ്രാക്ഷൻ Ka എന്ന് പറയാം. റൗൾസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയും പറയാം. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ എന്നോ അങ്ങനെയും നമുക്ക് പറയാം. അല്ലെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് വേപ്പർ പ്രഷർ ഇൻ പ്യുവർ ഫോം ആൻഡ് ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ PB യുടെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? PB is equal to P0B into Kb എന്ന് നമുക്ക് എഴുതാം. P0B into Kb എന്ന് പറയാം. ഇതാണ് റൗൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, PA എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് വായിച്ചോട്ടെ. ഇതിൽ
പി എ എന്താണെന്ന് ചോദിച്ചാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഇൻ സൊല്യൂഷൻ. ഓക്കെ, ഇനി P0 എ എന്താണെന്ന് ചോദിച്ചാൽ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഇൻ പ്യുവർ സ്റ്റേറ്റ്. വേപ്പർ പ്രഷർ ഇൻ പ്യുവർ സ്റ്റേറ്റ്. കൈ എ എന്താണെന്ന് ചോദിച്ചാൽ മോൾ ഫ്രാക്ഷൻ. കൈ എ എന്താന്ന് ചോദിച്ചാൽ മോൾ ഫ്രാക്ഷൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും കേട്ടോ. കൈ എ പ്ലസ് കൈ ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് ഓർത്തിരിക്കുക? 1 ആണെന്ന് ഓർത്തിരിക്കുക. ഇതാണ് റൗൾസ് ലോ പറയുന്നത്. റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. റൗൾസ് ലോ ഒബേ ചെയ്യാത്തവരെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. പഠിച്ചു വെച്ചിരിക്കണം. റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരെ ഐഡിയൽ സൊല്യൂഷൻ എന്നും ഒബേ ചെയ്യാത്തവരെ നോൺ ഐഡിയൽ സൊല്യൂഷൻ, രണ്ടെണ്ണം, വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. സമയപരിമിതികൾ കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഓർത്തിരിക്കുക, ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ വി മിക്സിംഗും ഡെൽറ്റ എച്ച് മിക്സിംഗും എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനിയുമുണ്ട് ഇവിടെ ഐഡിയൽ സൊല്യൂഷന്റെ കേസില് ഈ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും ഈസ് ഈക്വൽ ടു സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ടോപ്പിക്കിന്റെ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഐഡിയൽ സൊല്യൂഷന്റെ കേസില് സോൾവെന്റ് ഇന്ററാക്ഷനും പഠിച്ചു വെച്ചവർക്കൊന്നൊരു റിവിഷൻ ആണ്. സൊല്യൂട്ട് ഇന്ററാക്ഷനും ഈസ് ഈക്വൽ ടു സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. ഓക്കെ, പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിൾ ഉണ്ട്, വെരി ഇമ്പോർട്ടന്റ്. ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക, നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ. മറന്നുപോവരുത്. ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ. ഇനിയുമുണ്ട്, അടുത്ത എക്സാമ്പിൾ ആണ് ക്ലോറോ ഈത്തൈൻ ആൻഡ് ബ്രോമോ ഈത്തൈൻ. ഓർത്തിരിക്കണേ. ഇനിയുമുണ്ട് ബെൻസീൻ ആൻഡ് ടൊളുവീൻ. അപ്പൊ ഇത്രയും പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. 3 എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നോർമൽ ഹെക്സൈനും നോർമൽ ഹെപ്റ്റൈനും ക്ലോറോ ഈത്തൈനും ബ്രോമോ ഈത്തൈനും ബെൻസീനും ടൊളുവീനും ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് നേരെ നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് വരാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അവിടെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കുക, PA ഗ്രേറ്റർ ദാൻ P0A ആയിരിക്കും. PA എന്താണ്, P0A എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ടോപ്പിക് എടുക്കുകയല്ല, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞങ്ങ് പോവേ, P പോസിറ്റീവ് ആയതുകൊണ്ട് കൂടുതലാണെന്ന് ഓർത്താൽ മതി. PA ഗ്രേറ്റർ ദാൻ P0A. ഓക്കെ, നെക്സ്റ്റ് ഡെൽറ്റ വി മിക്സിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്നാൽ ഡെൽറ്റ എച്ചും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതും ഓർത്തിരിക്കുക. ഇനി അടുത്തവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും എന്ന് പറയുന്നത് എന്തായിരിക്കും? സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാൾ കൂടുതലാണ്. മനസ്സിലായോ? ഇവിടെ എന്തായിരുന്നു? ഐഡിയൽ സൊല്യൂഷനില് ഈക്വൽ ആണ്. ഇവിടെ അതെന്താണ്? കൂടുതലാണ്. ഇനി നമുക്ക് വേണ്ടത് ഇവരുടെ എക്സാമ്പിൾ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. ഓർത്തിരുന്നോ? ഫസ്റ്റ് വൺ ആൽക്കഹോൾ ആൻഡ് അസറ്റോൺ. പഠിച്ചു വെച്ചിരിക്കണേ. ആൽക്കഹോളും
അസറ്റോണും ചേർന്ന മിക്സാണ്. നെക്സ്റ്റ് അസറ്റോൺ ആൻഡ് അസറ്റോണും ഉണ്ട്. അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. ആൽക്കഹോൾ ആൻഡ് അസറ്റോൺ. പിന്നെ ഏതാണ്? അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. ഇനി നമുക്ക് നേരെ ഇപ്പുറത്ത് വരാം. പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നത് ഏതൊക്കെയാണ്? നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ PA ലെസ് ദാൻ P0A, ഡെൽറ്റ V ലെസ് ദാൻ 0, ഡെൽറ്റ H ലെസ് ദാൻ 0. അതേപോലെ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും ലെസ് ദാൻ ആരായിരിക്കും അവിടെ കൂടുതൽ? സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ആണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. ക്ലിയർ? അവിടെ എക്സാമ്പിൾ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ വരുന്നത് ക്ലോറോഫോം CHCl3, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. നെക്സ്റ്റ് വാട്ടർ ആൻഡ് നൈട്രിക് ആസിഡ്. ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ. കൺസെപ്റ്റുകൾ ഒന്ന് ഓർത്തിരിക്കുക, വിട്ടുകളയരുത്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ചെയ്തേ പറ്റത്തുള്ളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കമന്റ് ചെയ്യാം. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസറിലേക്ക് പോകാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എഥനോളും നോർമൽ ഹെപ്റ്റൈന് ചേർന്ന ലൈൻ ഏതൊരു, അത് ഞാൻ പറഞ്ഞില്ലേ, ആ എക്സാമ്പിൾ പറഞ്ഞില്ല അല്ലെ, അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കേട്ടോ. അത് ഏതാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിംഗ് ഏത് ഡീവിയേഷൻ ആണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, യെസ്. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷൻ നമ്മളോട് ചർച്ച ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഏത് ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് വന്നതാണ്? ഇതും സൊല്യൂഷൻ എന്ന് പറയുന്ന, ഈ ക്വസ്റ്റ്യനും സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സംഭവിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഓരോ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലീനം എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂട്ട് ആണ്. ലായകവോ? സോൾവെന്റ് ആണ്. അപ്പം ലീനം നോൺ വോളറ്റൈൽ ആകുമ്പോൾ, രണ്ട് ലീനം വോളറ്റൈൽ ആകുമ്പോൾ, മൂന്ന് ലീനം ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ, നാല് മുകളിൽ പറഞ്ഞവ എല്ലാം. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? നിങ്ങളിലേക്ക് ആൻസർ എത്തിയോ? എങ്കിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് സെറ്റായിട്ട് പറയണം. സൊല്യൂഷൻ എന്ന് പറയുന്ന പാഠത്തിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ നേച്ചറിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന സവിശേഷതകളെയാണ് നമ്മൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായും 4 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത് അല്ലെ. പ്രധാനമായും നമുക്ക് 4 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തത് ഞാൻ എഴുതുകയാണ്. ഒന്നാമത്തത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. നാലാമത്തതാണ് ഓസ്മോട്ടിക് പ്രഷർ. നാലാമത്തത് ഏതാണ്? ഓസ്മോട്ടിക് പ്രഷർ ആണ്. അപ്പൊ ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, രണ്ട് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, മൂന്ന് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അടുത്തത് ഏതാണ്? ഓസ്മോട്ടിക് പ്രഷർ ആണ്. നമുക്ക് ഓരോന്നിലേക്കും കിടക്കാം. എന്താണ് വായിച്ചോട്ടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ
ഒരു വോളറ്റൈൽ സോൾവെന്റ് ഉണ്ട്. സോൾവെന്റിനെ ഞാൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വോളറ്റൈൽ സോൾവെന്റ് ആണ്. വോളറ്റൈൽ ആണെന്ന് ഞാൻ എഴുതി വെക്കാം. വോളറ്റൈൽ ആണ്, അതായത് ഇവൻ വേപ്പറായിട്ട് പോകുന്നു. ഇവന്റെ വേപ്പർ മോളിക്യൂൾസ് തിരിച്ചിങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അവനൊരു വേപ്പർ പ്രഷർ കാണും. അതിനെ ഞാൻ എന്തെന്ന് എഴുതുന്നു? P0A എന്നെഴുതുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തു. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ചേർത്തു. സോൾവെന്റ് വോളറ്റൈൽ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ അതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തത്. ഇവൻ വന്ന് ഇങ്ങനെ ഇങ്ങനെ കിടക്കും. ഇവന് വേപ്പർ ആകാൻ പറ്റുന്നുമില്ല. നേരത്തെ ഈ നോൺ വോളറ്റ് സൊല്യൂട്ട് ഇല്ലാഞ്ഞപ്പോൾ ഇവൻ വേപ്പർ ആവുകയും വേപ്പർ പ്രഷർ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്തു? കുറഞ്ഞു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു. അപ്പോഴുള്ള വേപ്പർ പ്രഷറെ നമ്മൾ PA എന്നാ വിളിക്കുന്നത്. അതെന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോൾ, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ലീനം ചേർത്തപ്പോൾ അവന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. സോ ഇറ്റ് ഈസ് കാൾഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. മനസ്സിലായോ? ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോൾ അവന്റെ ബോയിലിംഗ് പോയിന്റ് കൂടി. അതിനെ വിളിക്കുന്ന പേരാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കൂടിയപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. അതിനെ വിളിക്കാം ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ടോട്ടലി പറഞ്ഞാൽ ഈ മൂന്ന് കാര്യവും സംഭവിച്ചത് ആരെയും കൊണ്ടാ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോഴാണ്. അല്ലെ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്തപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, സിമ്പിളാ. ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ദ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് pure solvent to the solution from a solution of lower concentration to higher concentration. Clear ആണല്ലോ? Through a semi permeable membrane is called osmosis എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഓസ്മോസിസ് തടയാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോയെ തടയക്കതിയിൽ ഒന്ന് പ്രഷർ കൊടുത്ത് ഈ ഭാഗം ഞാൻ അമക്കി ഒരു മാക്സിമം XATM പ്രഷറിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങോട്ടുള്ള ഈ ഫ്ലോ അങ്ങ് നിൽക്കുന്നു. അപ്പൊ എത്ര പ്രഷർ എക്സേർട്ട് ചെയ്തപ്പോഴാണോ ആ ഫ്ലോ അവിടെ നിന്നത്, ആ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്താ വിളിക്കുന്ന പേര്? ഓസ്മോട്ടിക് പ്രഷർ. സമയം അധികമാവുന്നു, ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നു. ക്ലിയർ? ആ ഓസ്മോട്ടിക് പ്രഷർ അധികം വീണ്ടും ഞാൻ പ്രഷർ എക്സേർട്ട് ചെയ്താൽ ഇത് നേരെ തിരിച്ചൊഴുകുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു CRT. പൈ ഈസ് ഈക്വൽ ടു CRT. C മീൻസ് കോൺസെൻട്രേഷൻ എന്ന് ഓർത്തിരിക്കുക. പൈ ഈസ് ഈക്വൽ ടു CRT. ഓക്കെ, അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ പ്രഷർ എക്സെർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ തിരിച്ചൊഴുകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. Two solutions having same osmotic pressure, അല്ലെങ്കിൽ solutions having same osmotic pressure. ഒരേ ഓസ്മോട്ടിക് പ്രഷർ വരുന്ന സൊല്യൂഷനുകളെ, ലായനികളെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. എന്താ വിളിക്കുന്ന പേര്? ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, ആ കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിരിക്കുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ സൊല്യൂഷൻസ് which have high isotonic pressure called hypertonic solution. ഓസ്മോട്ടിക് പ്രഷർ കൂടിയ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർടോണിക്. ഓസ്മോട്ടിക് പ്രഷർ
കുറഞ്ഞ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ക്ലിയർ? അതേപോലെ മറ്റൊരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 0 പോയിന്റ് ഞാനൊന്ന് വായിച്ചോട്ടെ. ഈ പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 0.9% ഓഫ് NaCl is isotonic with blood. 0.9% of NaCl is isotonic with blood. So it is used in intravenous injections. Very very important point. കേട്ടല്ലോ? 0.9% of NaCl is isotonic with the blood, so it is used in intravenous injection, IV injections. അപ്പൊ നമുക്ക് ചോദ്യം എന്താ? ചോദ്യത്തിലേക്ക് വരാം. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സംഭവിക്കുന്ന എപ്പോഴാണ്? ലീനം ഒരു നോൺ വോളറ്റൈൽ ആകുമ്പോഴാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോറോ ഫ്ലൂറോ കാർബണിൽ നിന്നും പുറന്തള്ളുന്ന ഏത് വാതകമാണ് ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്നത്? ഓസോൺ പാളിയുടെ ഹാനികരമായിട്ടുള്ളത് നമുക്കറിയാം, അത് ക്ലോറിൻ ആണ് അല്ലെ? ഓസോൺ എന്ന് പറയുമ്പോൾ ഏത് ലെയറിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ ഡേ എന്നാണ്? സെപ്റ്റംബർ 16 ഓസോൺ ഡേ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഓസോൺ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ ഉടമ്പടിയാണ്. 1987 കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് ഇത്രയും ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കട്ടെ. നമ്മൾ 7ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 7ഓളം ക്വസ്റ്റ്യൻസും കുറച്ച് കണക്റ്റിംഗ് ഫാക്ട്സുകൾ പറഞ്ഞു. ഞാൻ അവസാന നിമിഷത്തിലേക്ക് വന്നപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. ആ സ്പീഡ് കൂടിയത് മറ്റൊന്നുമല്ല, ഏകദേശം 52 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സൊല്യൂഷന്റെ ഭാഗങ്ങളൊക്കെ വന്നപ്പോൾ സ്പീഡ് കൂടി. സമയം പെട്ടെന്ന് ഒത്തിരി ആയതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്, സമയം പോയത് അറിഞ്ഞില്ല. എന്ത് തന്നെയാണെങ്കിലും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഇനിയും മോക്ക് എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ്സിന്റെ താഴെ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് മനസ്സിലായെന്ന വിശ്വാസത്തോടുകൂടി താങ്ക് യു.